പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയുടെ ബ്ലൗസിൻ്റെ നോട്ടൊക്കെ ഇട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നയന ചിരിക്കുകയാണ് കേട്ടോ ആദർശ് കണ്ണു തുറക്കുന്ന സമയത്ത്. ഇത് കണ്ട ആദർശ് ഇനി വെറുതെ ഓരോന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള കാര്യം പറയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേന്ന് ചോദിക്കുമ്പോൾ കതക് തുറന്നിട്ട് ഉള്ളിലേക്ക് വന്ന കാര്യം ഞാൻ പറയില്ല, എന്നാൽ എൻ്റെ ബ്ലൗസിൻ്റെ നോട്ട് കെട്ടി തന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ആദർശ് ഒന്ന് ടെൻഷൻ ആവുന്നുണ്ടേ. പേടിക്കണ്ട, ഞാൻ ഇതൊന്നും അമ്മയുടെ അടുത്ത് ചെന്ന് പറയില്ല, ഇത് നമ്മൾക്കിടയിൽ മാത്രമുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് നിൽക്കുക ആദർശേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ സ്റ്റാച്യുവിന് സാരി ഉടുപ്പിച്ചു കൊടുത്തില്ലേ, അന്ന് സാരി ഉടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബൊമ്മയെ നിങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ എന്നെ നോക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് നിങ്ങൾക്ക് ആ ബൊമ്മയെ കണ്ടപ്പോൾ എന്നെ നോക്കുന്നത് പോലെയാണ് തോന്നിയത്, അതുകൊണ്ടാണ് നിങ്ങൾ അത്രയും മോശമായിട്ട് സാരി ഉടുപ്പിച്ച് വിട്ടത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് ആദർശ് പറയണേ. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ബൊമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടത്. എന്നാൽ ആദർശേട്ടാ ഞാൻ എന്താ ചിന്തിച്ചെന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണെ ആദർശ്. സത്യമായിട്ടും ആദർശേട്ടൻ എനിക്ക് സാരി ഉടുത്ത് വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല എന്ന് ആദർശ് പറയുമ്പോഴേക്കും നയന സാരി ഉടുപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള പറയാണ് കേട്ടോ. എന്നെ നല്ല സുന്ദരിയായിട്ട് നിർത്തിയതിന് ശേഷം എൻ്റെ ഷോൾഡറിലേക്ക് മുന്താണി എടുത്ത് കുത്തി നിങ്ങളുടെ കൈകൊണ്ട് സാരി എടുത്തിട്ട് പ്ലീറ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം എൻ്റെ ഇടുപ്പിൽ ടക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ദൈവമേ ഇതൊന്നും എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ആദർശ് പോകുന്നത് കണ്ടിട്ട് നയന ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. തുടർന്ന് കാണിക്കുന്ന മുത്തശ്ശൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പം അവതാരകരായിട്ടുള്ള രണ്ടുപേരും കൂടി അവരുടെ അരികിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻസ് വേണമെങ്കിൽ വെക്കുക എന്ന് അവതാരകർ പറയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പം രണ്ടുപേരെയും ഒരാൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂൺ വെച്ചു കൊടുത്തു, എന്നാൽ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ബൊമ്മയ്ക്ക് പകരം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് ചിലപ്പം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. ഓക്കെ, മൂർത്തി സാർ പറയുന്നത് അത് ശരി തന്നെയാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവരുടെ ഇടയിൽ കുറച്ചും കൂടി ഇൻറ്റിമസി കൊണ്ടുവരണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ, പ്രണയം അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പേരക്കുട്ടികൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള പെർഫോമൻസ് ആണെങ്കിലും കൊണ്ടുവന്നുള്ള ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കോമ്പറ്റീഷനിൽ കുറച്ചും കൂടി ഇൻറ്റിമസി കൊണ്ടുവരാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവതാരകർ അവിടുന്ന് പോവുകയാണ്. പിന്നെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ തുടങ്ങിയിട്ട് കോമ്പറ്റീഷനെ കുറിച്ച് വിവരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു പ്രത്യേകതരം ഗെയിമാണ് എന്നും ഇവിടെ ഭർത്താക്കന്മാർക്കിടയിലുള്ള കാതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഈ ഗെയിം എന്ന് വെച്ചിരിക്കുന്നത് എന്നും, അങ്ങനെ പ്രണയ ജോഡികൾ വരുന്ന സമയത്ത് മഴ പോലെ ബലൂൺ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ബലൂൺ എടുത്തിട്ട് നമ്മൾ ആ ബാസ്ക്കറ്റിനകത്ത് കൊണ്ടിടുന്നെന്ന് പറയുമ്പോൾ ഇതിപ്പം നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, ഇതിലെവിടെയാ ഒരു പ്രണയത്തിന്റെ കാര്യമുള്ളതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ കൈകൾ കൊണ്ടല്ല ബാസ്ക്കറ്റിനകത്ത് ബലൂൺ കൊണ്ടിടുന്നത്. രണ്ടുപേരുടെയും കൈകൾ പിന്നിൽ കെട്ടിയതിന് ശേഷം ബലൂണ് ദേഹം കൊണ്ട് വേണം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആ ബാസ്ക്കറ്റിനകത്ത് ഇടാൻ. ആ ബാസ്ക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ആരാണോ ബലൂണുകൾ ഇടുന്നത് അവരാണ് ഈ കോമ്പറ്റീഷനിൽ വിന്നേഴ്സ് എന്ന് പറയാണ്. അങ്ങനെ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. ഈ കോമ്പറ്റീഷനെ കുറിച്ച് കേൾക്കുമ്പോൾ ദേവയാനിക്കൊന്നും അത്ര വലിയ താല്പര്യമാവുന്നൊന്നുമില്ല കേട്ടോ. തുടർന്ന് ഓരോ കപ്പിളായിട്ട് വരുന്നുണ്ട്. കോമ്പറ്റീഷൻ നടക്കുന്നതിനിടയ്ക്ക് നവ്യയും അതുപോലെ തന്നെ അഭിയെയും വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഭിയും നവ്യയും കൂടി നല്ല ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജലജയൻ്റെ അടുത്ത് ദേവയാനി പറയുന്നത്, ഇവൻ ആള് സ്മാർട്ടാണ്, ബൊമ്മയ്ക്ക് സാരി ഉടുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ബലൂൺ ക്യാച്ച് ചെയ്യുന്നതിനും അവന് നല്ല മിടുക്കുണ്ട്, അവൻ ഭയങ്കര ഇന്റലിജന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവളെ എനിക്കിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള ഭാവത്തിൽ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ജലജ. നവ്യയും അതുപോലെ തന്നെ അഭിയും കൂടി 6 ബലൂണാണ് കേട്ടോ ക്യാച്ച് ചെയ്തിട്ട് ആ ബാസ്ക്കറ്റിനകത്ത് ഇടുന്നത്. ഇവർക്ക് എന്തോരം കാതലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിജയും കാവേരിയും വിളിക്കുന്നുണ്ട്. ഇവർക്ക് ഇനി എന്തോരം സ്നേഹമുണ്ട് പരസ്പരം എന്നുള്ള കാര്യം നമുക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വിളിക്കുന്നത്. കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബലൂണ് പിടിക്കുന്നുണ്ട്. അങ്ങനെ നയന മേലേക്ക് വീഴാൻ വേണ്ടി പോകുമ്പോൾ ദയവ് ചെയ്തിട്ടുണ്ട് ദേഹത്ത് തൊടരുത് എന്നുള്ള കാര്യമാണ് നയനയുടെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് ബലൂൺ വരുന്ന സമയത്ത് ബലൂൺ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആദർശ് നയനയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
മനഃപൂർവ്വം കൊടുക്കുന്നതല്ല, അങ്ങനെ തട്ടിപ്പോകുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് ജലജയാണെങ്കിൽ ദേവയാനിയെ പിരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഓരോ ബലൂണായിട്ട് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നയന ആദർശിന് ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ രംഗമൊക്കെ കണ്ടിട്ട് ദേവയാനിക്കും അതുപോലെ ജലജയ്ക്കൊന്നും ഒട്ടും സഹിക്കുന്നില്ല. ജലജയാണെങ്കിൽ എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുത്തശ്ശനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. മുത്തശ്ശൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ വർക്കൗട്ട് ആവുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അങ്ങനെ ആ കോമ്പറ്റീഷൻ അവർ രണ്ടുപേരും തമ്മിലുള്ളത് അവസാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്.